ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ 2023-24 ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ കീയും അതിനോടൊപ്പം ഉണ്ട്. അതേപോലെ തന്നെ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും 2023-24 ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എല്ലാവർക്കും അറിയാം, ഹിന്ദിയിൽ 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അത് ജസ്റ്റ് ഒരു കോംപ്രിഹെൻഷനാണ്. ഒരു പാസേജ് ഉണ്ടാവും, അതിൽ തന്നെ അതിൻ്റെ ആൻസറും ഉണ്ടാവും. നമ്മളൊന്ന് നോക്കി എഴുതിയേ വേണ്ടു. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ഘണ്ട് പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഈ പാസേജ് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം എഴുതാനാണ്. കിസി ജംഗൽ മേ ഏക് ഛോട്ടാ ഷേർ രഹ്താ താ. ഒരു ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ്, കാട്ടിൽ ആരുണ്ടായിരുന്നു? ഛോട്ടാ ഷേർ, ഒരു ചെറിയ സിംഹം ഉണ്ടായിരുന്നു. ഏക് ദിൻ വഹ് ജംഗൽ മേ ബാഗ് രഹാത്ത. ഒരു ദിവസം കാട്ടുകൂടെ അങ്ങനെ ഓടുകയായിരുന്നു. ഉസ്നെ റോനയ്ക്ക് ആവാസ് സുനി. അപ്പോൾ എന്ത് ശബ്ദം കേട്ടു? കരയുന്ന ശബ്ദം കേട്ടു. ആവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം. റോന എന്ന് പറഞ്ഞാൽ എന്താണ്? കരയുക. അപ്പോൾ കരയുന്ന ശബ്ദം കേട്ടു. एक नन्ही चिड़िया मदद के लिए पुकार रही थी. एक नन्ही चिड़ी, ഒരു ചെറിയ പക്ഷി. നന്നി എന്ന് പറഞ്ഞാൽ ചോട്ട, ചെറിയ, സ്മോൾ ബേർഡ്. ഏക്ക് നന്നി ചിടിയ, ഒരു ചെറിയ പക്ഷി. മദത് കെ ലിയെ, മദത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പ്, സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വിളിക്കുകയാണ്. ഉസ്കെ ഏക്ക് പങ്ക് ടൂട്ടാ ഹുവാത്ത. അതിൻ്റെ ഒരു ചിറക് ഒടിഞ്ഞു പോയിരുന്നു. പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്. ഓക്കെ, ടൂട്ടാ ഹുവാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടിഞ്ഞു പോയിരുന്നു. ഛോട്ടാ ഷേർ ഉസെ അപ്നെ ഘർ ലേ ഗയ. അപ്പോൾ ആ ചെറിയ സിംഹം എന്തു ചെയ്തു? ആ പക്ഷിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 5 മാർക്ക് സ്വന്തമാക്കാം. ഛോട്ടാ ഷേർ കഹാൻ സെ രഹത്താ താ. അപ്പോൾ ഛോട്ടാ ഷേർ കഹാൻ സെ രഹത്താ താ ഇവിടെ തന്നെ ഉണ്ടല്ലേ, ഫസ്റ്റ് ലൈനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഓക്കെ, അപ്പം ജംഗൽ മേ ഏക്ക് ഛോട്ടാ ഷേർ രഹത്താ താ. അപ്പോൾ ഇവിടെ പഹാഡ് മേ അല്ല, ജംഗൽ മേ ആണ്. ഓക്കെ, ജംഗൽ മേ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോട്ടേ ഷേറിനെ കോൺസി ആവാസ് സുനി. അപ്പോൾ എന്ത് ശബ്ദമാണ് കേട്ടത്? അപ്പോൾ എന്ത് ശബ്ദമാണ്? ഉസ്നെ രോനേക്ക് ആവാസ് സുനി. ഓക്കെ, രോനേക്ക് ആവാസ് സുനി. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഹസ്നേക്ക് ആവാസ്, ചിരിക്കുന്ന ശബ്ദം. ചൽനേക്ക് ആവാസ്, രോനേക്ക് ആവാസ്, ദൗഡ്നേക്ക് ആവാസ്. നടക്കുന്നോ ഓടുന്നോ ഒന്നും അല്ല കേട്ടത്, രോനേക്ക് ആവാസ് ആണ് കേട്ടത്. കരയുന്ന ശബ്ദമാണ്. അപ്പോൾ 2 മാർക്ക് നമുക്ക് കിട്ടിയേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കിസ്നെ മദത് കെ ലിയെ പുക്കാര. ആരാണ് സഹായത്തിന് വേണ്ടി വിളിച്ചത്? ആരാണ്? ബഡേ ഷേറിനെ വലിയ സിംഹം, ബഡി ചിടിയ വലിയ പക്ഷി, ചോട്ടേ ഷേർ നന്നി ചിടിയ. അപ്പോൾ ആരാണ് വിളിച്ചത്? ചെറിയ പക്ഷിയാണ് മദത് കെ ലിയെ പുക്കാരാത്ത. അപ്പം നന്നി ചിടിയ. ഇനി അടുത്തത്, നന്നി ചിടിയാക്കോ ക്യാ ഹുവാത്ത. നന്നി ചിടിയാക്കോ ക്യാ ഹുവാത്ത. എന്താണ് സംഭവിച്ചത് ചെറിയ പക്ഷിക്ക്? ഉസ്ക പങ്ക് ടൂട്ട് ഗയാത്ത. ആദ്യത്തെ ലൈനിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ഉസ്ക പങ്ക് ടൂട്ട് ഗയാത്ത. അതൊക്കെ ആ ലൈനിലുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തടുത്ത ലൈനിലായിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്താന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിലൊക്കെ നിങ്ങളോട് ഇതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു. ഈ ചോദ്യം എവിടെ ഉണ്ടോ അവിടെ തന്നെ അതിൻ്റെ ആൻസറും ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് സഹി പ്രസ്താവ് കോൺസാ ലിഖ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായത്? കുറേ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിലൊന്ന് മാത്രമേ ശരിയുള്ളൂ. അത് കണ്ടുപിടിക്കാനാണ്. ചോട്ടാ ഷേർ നന്നി ചിടിയാക്കോ ഘർ ലേ ഗയ. ചെറിയ സിംഹം ആ ചെറിയ പക്ഷിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊന്നും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ അങ്ങോട്ട് എഴുതാം. ഓക്കെ, അത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അവസാനം ഉണ്ടല്ലേ. ചോട്ടാ ഷേർ ഉസെ അപ്നെ ഘർ ലേ ഗയ. 5 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. ഇനി അടുത്തത് ജരൂരി ഖുറാക്ക് ഏകാങ്കിക്ക് ഏക്ക് ഉദ്ഘോഷൻ പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഓക്കെ,
प्रिय दर्शकों, कक्षी 7B द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल की बाल ഏകാംഗി ജറൂറി ഖുറാക്ക്. അതൊരാൾ ഇങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് വിളിച്ചു പറയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ജറൂറി ഖുറാക്ക് കിസ്കി രചന ഹെ. ഈ ജറൂറി ഖുറാക്ക് എന്ന് പറയുന്നത് ആരുടെ രചനയാണ്? അപ്പോൾ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും എന്തുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. എവിടെയാണ്? ബൽറാം അഗ്രവാൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട്? ബൽറാം അഗ്രവാൾ. ജറൂറി ഖുറാഫ്, ഈ കിസ് എന്നുള്ള സ്ഥലത്ത് ബൽറാം അഗ്രവാൾ കി രചന ഹെ, അല്ലെങ്കിൽ ബൽറാം അഗ്രവാൾ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജറൂറി ഖുറാക്ക്, ഈ കിസ് ഉള്ള സ്ഥലത്ത് ആര് ബൽറാം അഗർവാളിനെ എഴുതുക. ബൽറാം അഗർവാൾ കി രചന ഹെ. ഇനി അടുത്തത് എന്താണ്? ആപ്കി സ്കൂൾ കി सुरीली सभा में ज़रूरी खुराक ഏകാംഗി मंचन होने वाले है. इसके लिए ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 4-5 ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജറൂറി ഖുറാക്കിൻ്റെ ആ ഒരു പോസ്റ്റർ ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സ്കൂളിൻ്റെ പേര് എഴുതുക. സർക്കാരി UP സ്കൂൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് എഴുതുക. ഓക്കെ, 7वीं कक्षा के छात्रों प्रस्तुत करता है ബാൽ ഏകാംഗി. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബാൽ ഏകാംഗി ജറൂറി ഖുറാക്ക് എന്ന് എഴുതുക. ഓക്കെ, 7वीं कक्षा के छात्रे प्रस्तुत करते हैं ബാൽ ഏകാംഗി ജറൂർ ഖുറാഫ്. ഇനി രചന നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ബൽറാം അഗ്രവാൾ. പിന്നെ താരിഖ്, ഡേറ്റ് നിങ്ങൾ ഇത് പഴയ ഒരു ഇതാണ്, 2017 എന്നുള്ള 2023 ആക്കാം. അത് മാത്രമേ മാറ്റം വരുത്തേണ്ടതുള്ളൂ. പിന്നെ സവേരെ 10 ബജെ. പിന്നെ സ്ഥാൻ, സ്കൂൾ സഭാഭവൻ. ആയിയെ ദേഖിയെ സബ്കാ സ്വാഗതം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ആക്ടിവിറ്റി, കോशिश करने वालों की कविता के ये पंक्तियाँ पढ़े और प्रश्नों का उत्तर लिखें. असफलता एक चुनौती है, इसे स्वीकार करें. क्या कमी रह गई देखो और सुधार करो. जब तक न सफल हो नींद चैन को त्यागे हम. संघर्ष का दुनिया मैदान छोड़कर मत भागो तुम. ഓക്കെ, തൂക്കാന്ത് ഏക്ക് ജോഡ ചുൻകല്ലിക്ക. അതായത് തൂക്കുവാല എന്ന് പറഞ്ഞാൽ തൂക്കാന്ത് ശബ്ദം. അങ്ങനെ അതിന് ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. സ്വീകാർ കരോ സുധാർ കരോ. അതേപോലെ നിങ്ങൾ ഒരു റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വീകാർ കരോ സുധാർ കരോ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സമാനമായിട്ടുള്ള ഒരു റൈമിംഗ് വേർഡ്സ് തൂക്കാന്ത് ശബ്ദം നമ്മളോട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ത്യാഗോത്തും ഭാഗോത്തും ഇതെഴുതാം. ഓക്കെ, ത്യാഗോത്തും ഭാഗോത്തും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. ഇനി അടുത്തത്, സഫലത പാने के लिए किसको ത്യാഗന करना है. സഫലത കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനെ ത്യാഗം ചെയ്യണം, എന്തുപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ ഉണ്ട്. നീന്ത് ചേൻകോ ത്യാഗോ ഹം. അപ്പോൾ എന്തിനാ ഉപേക്ഷിക്കേണ്ടത്? നീന്ത് ചേൻ. ഓക്കെ, നീന്ത് ചേനാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. ഇനി അടുത്തത്, കവിതാംശക ആശയിലേക്ക്. ഈ കവിതയുടെ ആശയം എഴുതാനാണ്. भारत का प्रमुख कवि हरिवंश राय बच्चन का सुंदर कविता है कोशिश करने वालों की. അപ്പോൾ ഹരിവംശ് റായ് ബച്ചൻ്റെ ഒരു സുന്ദരമായ കവിതയാണ് കോശിഷ് കർണേ വാലോക്കി. അത് നമ്മൾ എഴുതണം. ആശയം എഴുതാൻ പറഞ്ഞാൽ രചിച്ച ആളുടെയും അത് രചനയുടെ പേരും നിർബന്ധമായിട്ട് എഴുതണം. ഇനി അടുത്തത്, അസഫലതാക്കോ ചുനൗതി മാൻകർ ഹമേ സ്വീകാർ കർണ ഹെ. അപ്പോൾ അസഫലതയെ നമ്മൾ എന്താക്കണം? ഒരു ചുനൗതിയായിട്ട്, ഒരു വെല്ലുവിളിയായി സ്വീകരിക്കണം. ഹമാരി കമിയോങ്കോ പഹച്ചാൻ കർ സുധാർ കർണേക്ക് കോശിഷ് കർണ ഹെ. ഹമാരി കമിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവുകളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഹമാരെ കമിയോങ്കോ പഹച്ചാൻ കർ, നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് സുധാർ കർണേക്ക് കോശിഷ് കർണ ഹെ, അതിനെ തിരുത്തുന്നതിനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. സുധാർ കർണ എന്ന് പറഞ്ഞാൽ അതിനെ തിരുത്തുക. ജബ് തബ് സഫൽ ന രഹേ തബ് തക് സോന ഓർ ചേൻ ചോർ ദേ. നമുക്ക് നമ്മൾ പരിശ്രമിച്ച് വിജയിക്കുന്നവരെ നമ്മളെ ഉറക്കവും വിശ്രമവും നമ്മൾ ഉപേക്ഷിക്കണം.
സമസ്യാൻസെ ഖബരാഖർന ബാഗ്ന ചാഹിയെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കരുത്. ഹമേ സാഹസ് കെ കാം കർന ഹെ. നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. കോശിഷ് കെ ബിന സഫലത നഹി മിലേഗി. നമുക്ക് പരിശ്രമമില്ലാതെ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നും കൂടി വായിച്ചു നോക്കാം. ഭാരത് കാ പ്രമുഖ കവി ഹരിവംശ് റായ് ബച്ചൻ കാ സുന്ദർ കവിത ഹെ കോശിഷ് കർന വാലോं की. असफलता को चुनौती मानकर हमें स्वीकार करना है. हमारी कमियों को पहचान कर सुधार करने की कोशिश करना है. जब तक सफल न रहे तब तक सोना और चैन छोड़ दे. समस्याओं से घबरा कर न भागना चाहिए. हमें साहस के काम करना चाहिए. कोशिश के बिना सफलता नहीं मिलेगी. इനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. രാജാ കാ ദർവാസ കഹാനി കാ യഹ് ഹംശ പഠേ ഓർ പ്രശ്നോं का उत्तर लिखे. एक आदमी आया. ഒരു മനുഷ്യൻ വന്നു. ഉസ്കെ ഹാത്ത് മേ രാജാക്കെ തസ്വീർ തി. അവരുടെ ഹാത്തിൽ എന്തുണ്ടായിരുന്നു? രാജാവിൻ്റെ ചിത്രമുണ്ടായിരുന്നു. തസ്വീർ എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രം. തസ്വീർ മേ രാജാ की शक्ल देखकर दरवाज़ा खुल गया. आदमी के हाथ में क्या है? ഓക്കെ, ആത്മിയുടെ കയ്യിൽ, മനുഷ്യൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്ന് ഇവിടെ തന്നെ ഉണ്ട്. എന്താണ് ഉണ്ടായിരുന്നത്? രാജാക്ക തസ്വീർ തി. അപ്പോൾ അത് ഇവിടെ എഴുതാം നമ്മൾ. ഉസ്കെ ഹാത്ത് മേ രാജാ की തസ്വീർ തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ? ആത്മീക്ക് ഹാത്ത് മേ രാജാ की തസ്വീർ തി. ആത്മീക്ക് ഹാത്ത് മേ രാജാ की തസ്വീർ തി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രാജ ഓർ ആത്മിക്ക് ബീച്ച് വാർത്താലാപ്ക്ക് പൂർത്തീകരിക്കുക. അപ്പോൾ വാർത്താലാപം എഴുതാനാണ്. വളരെ എളുപ്പമുള്ളതാണ്. ഇതിൻ്റെ ആൻസറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് എവിടെ പൂരിപ്പിക്കണം എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ലോഗോ ഈസ് ദർവാസ കാ കോയി ഖോൽ സക്താ ഹെ മഹാരാജ് മേ കോശിഷ് കരോ. അപ്പോൾ രാജ ചോദിക്കുകയാണ്, ജനങ്ങളെ ഈ ഒരു വാതിലാക്കിയും തുറക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു മനുഷ്യൻ പറയാണ്, മഹാരാജ് മേ കോശിഷ് കരോ, ഞാൻ ശ്രമിക്കട്ടെ എന്ന്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സൂചന നമുക്ക് ഹിൻസ് തന്നത്? ആപ്കി തസ്വീർ, താങ്കളുടെ ചിത്രം. അച്ഛാ കർലോ ഹാത്ത് മേ ക്യാ ഹെ, നീ നോക്കൂ, നിൻ്റെ കയ്യിലെന്താണ്? അബി ദിഖാത്താ ഹോം, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇസ്സെ ക്യാ കരോഗെ, ഇതിനെ കൊണ്ട് നീ എന്ത് ചെയ്യും? ഇതാണ് ഈ ഒരു ക്ലൂവിൻ്റെ ഹിൻസിൻ്റെ അർത്ഥം. ഇപ്പം തന്നെ നിങ്ങൾക്ക് പിടികിട്ടിണ്ടാവില്ല ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ എന്താ? മഹാരാജ് മേ കോശിഷ് കരു, ഞാൻ ശ്രമിക്കട്ടെ. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അച്ഛാ കർലോ, നീ പരിശ്രമിക്കൂ. നീ ഹാത്ത് മേ ക്യാ ഹേ, എന്താണ് കയ്യിലുള്ളത്? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഹാത്ത് മേ ക്യാ ഹേ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ടാവും? ഹാത്ത് മേ ക്യാ ഹേ, കയ്യിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആപ്കി തസ്വീർ, താങ്കളുടെ ചിത്രം. അതെവിടെ ഉണ്ടാവും? അത് ഇവിടെ എഴുതാം, രണ്ടാമതായിട്ട് എഴുതാം. ഓക്കെ, പിന്നെ മൂന്നാമത് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഇസ്സെ ക്യാ കരോഗെ, ഈ ചിത്രം കൊണ്ട് നീ എന്ത് ചെയ്യും? അതായിരിക്കും മൂന്നാമതായി വന്നിട്ടുണ്ടാവുക. ഓക്കെ, അഭി ദിഖാത്താ ഹോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അച്ഛാ കർലോ ഹാത്ത് മേ ക്യാ ഹെ എന്ന് ചോദിക്കുമ്പം ആപ്കി തസ്വീർ, ഇസ്സെ ക്യാ കരോഗെ, അഭി ദിഖാത്താ ഹോ. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറായിരുന്നു. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. एक दौड़ ACB लेख का यह अंश पढ़े और प्रश्नों का उत्तर लगे. लड़के की दश देख एक बच्ची ने उसे अपने गले में लगा लिया और उसे प्यार से चूम लिया, यह कहते हुए कि अब ठीक हो जाएगा. अब ठीक हो जाएगा, यह किसने कहा? അപ്പോൾ ആരാണ് പിന്നെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത്? ഇവിടെ ഉണ്ട്. ആരാണ്? ഏക്ക് ബച്ചിനെ. ഓക്കെ, ഇവിടെ ഉണ്ട്. ഏക്ക് ബച്ചിനെ ഉസെ അപ്പനെ പാസ് ഗലെ ലഗ് ലിയ और उसे प्यार से चूम लिया, यह कहते हैं अब ठीक हो गया, अब ठीक हो जाएगा. അപ്പോൾ ആരാണ് പറഞ്ഞത്? ഏക്ക് ബച്ചീനെ, ഏക്ക് ബച്ചീനെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മാൻ ലേ ലഡ്ക ഉൻ ദിൻ की डायरी लिखता, ബിന്ദുओं की സഹായത മേ ഡയറി ലിഖെ. അപ്പോൾ കുട്ടിയുടെ ഡയറി എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതുക, ദിവസം എഴുതുക. ആജ് കെ ദിൻ മുझे കഭി ഭൂൽ നഹി സക്ത, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല.
ആജ് ഒളിമ്പിക് ഖേൽ മേ ദൗഡ് പ്രതിയോഗിത ത. ഇന്ന് ഒളിമ്പിക്സിൽ ഓട്ടത്തിൻ്റെ മത്സരമായിരുന്നു. മേരെ സാത്ത് 8 പ്രതിഭാഗി തെ. എൻ്റെ കൂടെ 8 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. സീറ്റി ബജി തോ ഹം സബ് ഏക് സാത്ത് ദൗഡ്ന ശുരു കിയ. വിസിലടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഓടാൻ തുടങ്ങി. ലേക്കിൻ ബീച്ച് മേ ടോക്കർ ഖാക്കർ കിര മേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീണ് പോയി. തബ് ഏക്ക് ലടുക്കി ദൗഡ് ചോഡ്കർ മേര പാസ് ആയി. അപ്പോൾ ഒരു പെൺകുട്ടി ഓട്ടം ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് വന്നു. ഉസ്കെ പീछे ബാക്കി ബച്ചി ബി ആയി. അവൻ്റെ പിറകിൽ ബാക്കിയുള്ളവരും വന്നു. ഫിർ മേരി ആംസു പീछे ധൂൾ സാഫ് കി. അപ്പോൾ എൻ്റെ കണ്ണീരൊക്കെ തുടച്ചു. ഫിർ ഹർ ഏക്ക് ദൂസരേക്ക് ഹാത്ത് പക്കട. പിന്നെ എല്ലാവരും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചു, കൈ ഒത്തുചേർത്ത് പിടിച്ചു. ഓർ ഏക്ക് സാത്ത് ദൗഡ്ന ശുരു കിയ. എന്നിട്ട് എല്ലാവരും ഒന്നിച്ചോടി. ഓർ അബ് ഏക്ക് ഹി സമയമേ അന്തിം രേഖ തക്ക് പഹുഞ്ചെ. എല്ലാവരും ഒരേ സമയം തന്നെ അന്തിം രേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിലെത്തി. ഹരേക്കോ സ്വർണ്ണ പതക് ബി മില. എല്ലാവർക്കും സ്വർണ്ണ മെഡലും കിട്ടി. ഇസ്ലിയെ മേ ബഹുത്ത് ഖുഷ് ഹോ. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കവിതാംശ് പടേ ഹോറ പ്രശ്നമൊക്കെ ഉത്തരലിക്കേ. ഗായ് ഓ ഗായ് തൂ കഹാൻ ഗെയ്ത്തി. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗായ് എന്ന് പറഞ്ഞാൽ പശു. പശു നീ എവിടെ പോയിരുന്നു? അരേ യഹാം തി പാസ് മേ ഗാസ് കി തലാഷ് മേ. എന്തിനാ പോയത്? പുല്ല് അന്വേഷിച്ച് പോയതാണ്. ചീട്ടി ഓ ചീട്ടി തൂ കഹാ ഗയത്തെ. നീ എവിടെ പോയതായിരുന്നു? ചീനിക്ക് തലാഷ് മേ. പഞ്ചസാര അന്വേഷിച്ച് പോയതായിരുന്നു. ബില്ലി ഓ ബില്ലി തൂ കഹാ ഗയത്തെ. പൂച്ച നീ എവിടെ പോയതായിരുന്നു? യഹി ബി ചൂഹേക്ക് തലാഷ്. ചൂഹ എന്ന് പറഞ്ഞാൽ എന്താ? എലീൻ്റെ അന്വേഷിച്ച് പോയതായിരുന്നു. ക്യാ ഓ ബയ തൂ കഹാത്തെ. ബയ എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷി. നീ എവിടെ പോയിരുന്നു? യഹി ദി പ്യാസ് ദാൻ കി തലാഷ്. ധാന്യം തേടി പോയതായിരുന്നു. അപ്പോൾ ചോദ്യം നോക്കാം. ആശയവാല പങ്ക്തി ചുനെ. ചീനി കി തലാഷ് മേ ചീണ്ടി ഗെയ്ത്തി. അപ്പോൾ ആ ഒരു അർത്ഥം വരുന്ന ലൈൻ ഏതാണ്? അപ്പോൾ ഏതാണ്? ഇതാണ്. അരേ യഹാത്തി പാസ് മേ ചീനിക്ക് തലാഷ് മേ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. ഹിന്ദി വളരെ എളുപ്പമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഹിന്ദി അത്യാവശ്യം വായിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറി അങ്ങനത്തെ ഒക്കെ കുറച്ച് ആശയം എഴുതാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പകുതി മാർക്കോളം നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ നല്ലോണം വായിച്ചാൽ കിട്ടും. ഓക്കെ, എല്ലാം പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയേ ഉള്ളൂ. അപ്പോൾ ആ പാസേജിൽ തന്നെ ഉണ്ടാവും ഒരു 2 മാർക്കിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം സൂക്ഷിച്ച് വായിച്ചു നോക്കണം. അത് ഏത് ക്ലാസ് ആയാലും 5ലും 6ലൊക്കെ നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്. ഇനി 8ലും 9ലൊക്കെ നിങ്ങൾ നല്ലവണ്ണം ഹിന്ദി വായിക്കാൻ പഠിക്കണം. എല്ലാവരും ഹിന്ദി വായിക്കാനും അതിൻ്റെ ചെറിയ ചെറിയ മീനിങ്സ് പഠിക്കാനും ശ്രമിക്കുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ദാനേക്ക് തലാഷ് മേ. ധാന്യം തേടി ആരായിരുന്നു പോയത്? ധാന്യം തേടി ആരായിരുന്നു പോയത്? ദാനേക്ക് തലാഷ് മേ ആരാണ് പോയത്? ബയ ഗയീത്തി. അപ്പോൾ ബയാന്ന് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ദാനയ്ക്ക് തലാഷ് ബയ ഗയേത്ത. പിന്നെ ചൂഹയ്ക്ക് തലാഷ് മേ ആര് പോയി? ചൂഹ എന്ന് പറഞ്ഞാൽ ആരാണ്? ചൂഹ എന്ന് പറഞ്ഞാൽ എലിയാണ്. അപ്പോൾ ആര് പോയിട്ടുണ്ടാവും? ബില്ലി പോയിട്ടുണ്ടാവും. ചീനിക്ക് തലാഷ് ചീനി ചീറ്റി. ഓക്കെ, ഗാസ് കി തലാഷ് മേ ഗായ്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ആക്ടിവിറ്റിയും ചെയ്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, എക്സാം കഴിഞ്ഞ് ആൻസർ ഷീറ്റ് കിട്ടിയാൽ എല്ലാവരും മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക്